ഹലോ ഗൈസ്, എൻ്റെ ജോലിയില്ലാത്ത ഒരു ദിവസങ്ങളാണ് കണ്ടാലോ. രാവിലെ എനിക്ക് ഇപ്പോൾ നല്ല തണുപ്പ്. അപ്പോൾ പിന്നെ കുറച്ച് പട്ടിഷോ വീഡിയോസൊക്കെ ഒരു ഫോട്ടോയൊക്കെ സെറ്ററൊക്കെ എടുത്തിട്ട് വിചാരിച്ചെന്ന ഒരു പട്ടിഷോ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വെച്ച് രാവിലെ എന്നിട്ട് ചെറിയിട്ടൊന്ന് ഫ്രഷായി. കുറച്ച് നേരം കുറച്ച് പോസൊക്കെ എടുത്തിട്ട് കുറച്ച് നേരം അങ്ങോട്ട് വീഡിയോസൊക്കെ പോസ് ചെയ്ത് കുറച്ച് സെൽഫീസൊക്കെ എടുത്തു. നോക്കിയാൽ തീരെ പറ്റുന്നില്ല. അത് എടുത്തിട്ടൊന്നും പറ്റുന്നില്ല. ഇനി എടുക്കണം, വീഡിയോസ് അങ്ങനെ എടുക്കണം, തിരിച്ച് നോക്കുന്നു, മറിച്ച് ഫോട്ടോ എടുക്കുന്നു, സെൽഫീസ് എടുക്കുന്നു. അങ്ങനെ രാവിലെ എടുത്ത് ഇതിലെ പറ്റുന്നില്ല. എല്ലാം അടുക്കള ഭാഗത്തിൽ നിന്നിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ പിന്നെ രാവിലെ വിചാരിച്ച് എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ ഉണ്ടാക്കണമെന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ ആണ് നമ്മുടെ പൂച്ചക്കുട്ടന്മാർ ഓടി 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 വന്നു. പിന്നെ അവർക്ക് ബിസ്ക്കറ്റൊക്കെ കൊടുക്കാനും ബിസ്ക്കറ്റൊക്കെ കഴിക്കട്ടെന്ന് വിചാരിച്ച് കുറേ പൂച്ചകളുണ്ട്. പക്ഷെ നമ്മളൊന്നും വളർത്തുന്ന പൂച്ചകളല്ല. എല്ലാം ഒരു പൂച്ച ഈ ബിസ്ക്കറ്റ് നിന്ന് പൂച്ച പ്രസവിച്ച് കൂട്ടിയതാണ് ബാക്കിയെല്ലാം കേട്ടോ. അങ്ങനെ അങ്ങനെയൊക്കെ ബിസ്ക്കറ്റൊക്കെ കൊടുത്ത് കഴിയുമ്പോഴത്തേന് നമ്മുടെ ബാമിക്കുട്ടി എണ്ണിക്കാനുള്ള സമയമാണ്. അപ്പോൾ എണ്ണിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ ബാമിക്കുഞ്ഞ് ചാടി ഇട്ടു. പിന്നെ പോയി അവിടെ കുറച്ച് നേരം അവളോട് ഇങ്ങനെ കാര്യമൊക്കെ അതിനൊക്കെ പറഞ്ഞു കൊടുക്കാനായിട്ടാണ് ഞാൻ പാട്ടൊക്കെ പാടിയൊക്കെ കൊടുക്കുകയാണ്. അവിടെ കുറച്ച് നേരം പിന്നീട്ട് സ്പെൻഡ് ചെയ്യുമ്പോൾ എന്തോ നല്ല മനസ്സിനൊരു സന്തോഷമാണല്ലോ. കുറച്ച് നേരം അവരുടെ കാര്യമാണ് പാട്ടൊക്കെ പാടി കൊടുക്കുകയാണ് കേട്ടോ. കുറച്ച് നേരം അങ്ങനെ ഇരിക്കും. കുറച്ച് നേരം പിന്നെ മടിയിലേക്ക് വലിയ പാടാണ്. പിന്നെ അതിന് എണീറ്റ് വന്നുകൊണ്ട് അതിൻ്റെ ഒരു മൈൻഡും പോയി. പാട്ട് പാടാനാണ് കേട്ടോ ഞാൻ പ്ലീസ് അത് കേട്ടിട്ട് എൻ്റെ കൂടെ പാടാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് നേരം പിന്നെ മതി കഴിഞ്ഞ് ഞാൻ താഴെ ഇറക്കി വിട്ട് പിന്നെ താഴെ കളിക്കാനൊക്കെ. പിന്നെ രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന തിരക്കിലാണ്. പിന്നെ രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാൽ കുഴക്കട്ടയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നല്ല ശർക്കര ഇട്ട കുഴക്കട്ടയാണെന്ന് ചോദിച്ചാൽ അല്ല, തേങ്ങയും പഞ്ചസാര മാത്രമേ ഉള്ളൂ. ശർക്കര എല്ലാം നോക്കിയപ്പോൾ കണ്ടില്ല. കുഴക്കട്ട റെഡിയായിട്ടുണ്ടെന്ന് തോന്നുന്നതല്ല. ആദ്യമൊക്കെ പറ്റുന്നുണ്ട് കേട്ടോ. എനിക്ക് കുഴക്കട്ട ഇഷ്ടമാണോ? കുഴക്കട്ട ഇഷ്ടമല്ല ലവേഴ്സ് ഉണ്ടെങ്കിൽ വേഗം ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എത്രയും പെട്ടെന്ന് കമൻറ്റ് ചെയ്ത് പോവുക. അങ്ങനെ കുറച്ച് നേരം അതിന് എന്നറിയാൻ കുറച്ച് നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്യണം കേട്ടോ. അത് നല്ലതായിട്ട് വേണമെന്നുണ്ട്. വെന്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. നല്ല റൗണ്ട് ഷേപ്പായിട്ടില്ല കുഴക്കട്ട. കുഴക്കമുണ്ടെന്ന് തോന്നുന്നു, ഉണ്ടെന്നാണ് തോന്നുന്നത്. കുറച്ച് നേരം കുഴക്കട്ട ഉണ്ടാക്കിയത് അമ്മയാണ് കേട്ടോ. എനിക്ക് രാവിലെ ബാമിനെ പുറകെ നടക്കുമ്പോൾ കുഴക്കട്ട ഉണ്ടാക്കുന്ന സമയം കിട്ടാറില്ല. പിന്നെ രാവിലെ ഞാൻ പിന്നെ വീട്ടിൽ നോക്കിയപ്പോൾ എന്തോന്ന് അറിയാൻ വേണ്ടി നമ്മുടെ സ്പൂൺ വെച്ചിട്ട് കുത്തി നോക്കുമല്ലോ. നോക്കിയപ്പോൾ അത് നല്ലതായിട്ട് വെള്ളത്തിന് ഞാൻ എന്നിട്ട് അതിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് ഞാൻ പ്ലേറ്റിലോട്ട് മാറ്റി വെച്ചു കേട്ടോ. പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് ഉള്ളി മുന്നോട്ട് ഒരു ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ രണ്ട് കുഴക്കട്ട എടുത്തു. വീട്ടൊന്നും പറയാൻ വേണ്ടിയിട്ട് ഞാനത് പാത്രത്തിനകത്തോട്ടാക്കി. രണ്ട് മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് രണ്ട് മൂന്നെണ്ണം കഴിച്ചാലേ എന്തെങ്കിലും ആവുള്ളൂ. കുഴക്കട്ടയല്ലേ ഇഷ്ടത്തിനനുസരിച്ച് കഴിക്കാനോ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ അത് നല്ലതായിട്ട് വെന്തിട്ടുണ്ടല്ലോ. നല്ല അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട്. അത് കഴിക്കുമ്പോൾ ഞാൻ തുണി വിളക്കാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങിയപ്പോൾ വേണ്ട എന്നെക്കാളും മുന്നേ നിൽക്കുന്ന ഒരാൾ തുണി വിളക്ക് കാണുന്നുണ്ട്. ഞാൻ അലക്കാറിയാണ്. അവിടെ സോപ്പോടി വെള്ളം കുത്തി വെച്ച് ഉടനെ വെള്ളത്തിൽ കളിക്കാൻ എൻ്റെ മോളെ കഴിഞ്ഞു. പിന്നെ ആരും ഉണ്ടോ അടിച്ച് നനയ്ക്കുക. എല്ലാം
എന്തോ വേണം ഇപ്പോഴേ വേണ്ട. വെള്ളത്തിക്കളി രാവിലെ എണീറ്റ് വന്ന് അതിൻ്റെ ഉടനെ എല്ലാം വെള്ളമാക്കി ഇത് കാണുന്നുണ്ടോ? കുരുത്തക്കേടെല്ലാം ഒന്നുമില്ല. അപ്പോൾ നമ്മൾ മീൻകാരൻ ഷാജിന്ന് ഒരു വലിയ മീൻ കൊണ്ടുവന്നു കേട്ടോ. എനിക്കത് ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് അതിന് പേരറിയില്ല. അപ്പം അങ്ങനെ വെട്ടി ഉച്ചത്തേക്കുള്ള മീൻ പിന്നെ മീൻ കറിയൊക്കെ വെച്ചു. അങ്ങനെയുണ്ട് അടിയൊരു മീൻ കറി ആയില്ലേ, സൂപ്പർ മീൻ കറിയൊക്കെ വെച്ചു. ഇതൊക്കെ കഴിച്ച് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം റെസ്റ്റ് എടുത്തതിന് പിന്നെ അച്ഛൻ രണ്ട് തേങ്ങ ഉണ്ടെന്ന് കേട്ടോ. അത് പറയാൻ പറ്റില്ല, അതുപോലെ വലിയ തേങ്ങ. ഇതൊക്കെ അച്ഛനെ കൂടി വൈകിട്ടായി. അപ്പം നേരെ കുമ്പളപ്പം ഉണ്ടാക്കി. പിന്നെ നോക്കിയപ്പോൾ നമ്മുടെ ചാമ്പയിൽ അത് ഈ ചമ്മീട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ നമ്മൾ ചാമ്പയ്ക്കൊക്കെ കുത്തിയപ്പോൾ അത് നിറയെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഈ നിങ്ങൾ കാണുന്നുണ്ടോ? എല്ലാ പ്രാവശ്യം അത് നിറയെ ഉണ്ടാവും. അതുപോലെ പിന്നെയും ഉണ്ടായിട്ടുണ്ട് ഒരുപാട് ചാമ്പയ്ക്ക. നോക്കിയേ, കുറേയൊക്കെ വെളിയിലൊക്കെ വന്നിട്ട് പോയി കേട്ടോ. ഞാനെന്നിട്ട് കുലുക്കി നോക്കുക എന്തെങ്കിലും താഴെ പഴുത്ത് വീഴുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട്. എനിക്ക് ചാമ്പയ്ക്ക നന്നായിട്ട് പഴുത്താണ് നല്ല ഉപ്പും മുളക് പൊടിയും ഇച്ചിരി വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഭാമിയാണെങ്കിൽ എനിക്ക് താഴെ ഇങ്ങനെ അപ്പം ഓടി വന്ന് കൊടുക്കും. അങ്ങനെ കുറച്ച് നേരം ചാമ്പയ്ക്കയുടെ ഭംഗിയൊക്കെ കണ്ട് കുറച്ച് മുന്നേ ഭാമിയെ ജീവിപ്പിച്ചൊക്കെ കഴിഞ്ഞു. ഒരു ബുക്കും പേനയും വേണമെന്ന് പറഞ്ഞു ബുക്കും പേനയായിട്ട് പഠിക്കാനിരിക്കുകയാണ് കേട്ടോ. ചുമ്മാ പഠിക്കാനിരിക്കുകയെന്ന് പറഞ്ഞാൽ ഫുള്ള് കുത്തിവരെയാണ് കേട്ടോ. നീ കാണുന്നുണ്ടോ? ഞാനൊക്കെ പറയാം എന്നോട് അത് വരച്ചു കൊടുക്കുക ഇത് വരച്ചു കൊടുക്കുക അതൊക്കെ. കുറച്ച് നേരം നിന്ന് കുഞ്ഞായിട്ട് അവിടെ നിന്ന് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഓരോന്നൊക്കെ പറഞ്ഞു കൊടുക്കണം. ഞാൻ ഓരോന്നും പറയുന്നത് കേൾക്കുന്നില്ല കേട്ടോ. പക്ഷേ എന്തോ ഒന്ന് ചുമ്മാതെ കുത്തി വരയ്ക്കാനല്ല. ഒരു ബുക്ക് വേണം നമുക്ക്, ഒരു ദിവസം ഒരു ബുക്ക് വേണം. പിന്നെ വൈകുന്നേരം ആയിരുന്നു വീട്ടിൽ കുറച്ച് ചീര നട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം അത് ആയി വരുന്നതേ ഉള്ളൂ. കുറേ വീണ്ടും പറിച്ച് നട്ടു. അത് കുറച്ചൊക്കെ ആവുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് അതിൻ്റെ ഭംഗിയൊക്കെ കണ്ട് ഞാൻ നട്ടല്ല കേട്ടോ, വേസ് അമ്മ നട്ടാണ്. ഇത് കുറച്ച് നേരം അതിൻ്റെ ഭംഗിയൊക്കെ കണ്ടിങ്ങനെ ഇരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ഒരാൾ വന്ന് നിൽക്കുന്നുണ്ട്, നിങ്ങൾ കാണുന്നുണ്ടായിരിക്കില്ല. അപ്പോൾ ഒരാൾ നോക്കിയപ്പോൾ എനിക്ക് മുറ്റം അടിക്കാൻ ചൂലെടുത്തപ്പോൾ ഓടി വന്ന് അവിടെ ഒന്ന് എൻ്റെ കയ്യിൽ ചൂല് വാങ്ങിച്ച് നോക്കാനുള്ള തയ്യാറെടുപ്പാണ് തോന്നുന്നു. എന്തോ വേണം. അപ്പം നമ്മുടെ അടുത്തുള്ള കളിക്കാൻ അത് പിന്നെ കളിയാണ്. പിന്നെ ചുറ്റോട്ടിൽ ഇറങ്ങി പോകുന്ന അടുത്തുള്ളൊരു കക്കോക്കണ്ടോ കളിക്കാണ് കേട്ടോ. കക്കോക്കണ്ടോ അപ്പോൾ നമ്മൾ അടുത്തത് ചേച്ചി അവർക്ക് ചോദിക്കുകയാണ് എന്താണെന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. എന്തൊക്കെയോ പറയുന്നുണ്ട്, കാര്യം എന്തൊക്കെയോ ചോദിക്കുന്നുണ്ടായിട്ട് ചോദിപ്പോവാറടുക്കിലോട്ട് പോക്കൊന്നുമില്ലാണ്ട് ഇതാണ് പണി ഉണ്ടോ. ഉണ്ടോ ഓടി പോയി തുണി എല്ലായിടത്ത് താഴെയിട്ട് പിന്നെ ഞാനതെല്ലാം എടുത്ത് വെച്ച് പിന്നെ നേരത്തേന് സന്ധ്യ കേട്ടോ. എന്നുവെച്ചാൽ ചായയുടെയൊക്കെ കഴിഞ്ഞു, ചായയുടെയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വിളക്കത്തിക്കുന്ന സമയം. കുറച്ച് നേരം സ്വാമിയുടെ പ്രാർത്ഥന ഉച്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് സ്വാമി ഞങ്ങൾ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ടോ ചിരി വരും. പിന്നെ കഴിയുമ്പോൾ അച്ഛൻ തന്നെ പണി കഴിഞ്ഞ് ഞണ്ട് വാങ്ങിച്ചുകൊണ്ട് പിന്നെ അത് പ്രിപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പുഴുങ്ങിയാണ് കേട്ടോ വേവിക്കുന്നത്. അങ്ങനെ ഞണ്ടൊക്കെ വാങ്ങി അച്ഛൻ ഞണ്ട് വാങ്ങിച്ചുകൊണ്ട് വന്ന് അത് പ്രിപ്പറേഷനൊക്കെ ചെയ്തു. ഫുഡൊക്കെ കഴിക്കാൻ ആയില്ല. ഇത്രയൊക്കെ ഉള്ളൂ. ഇതൊക്കെയാണ് എൻ്റെ ഒരു ദിവസത്തെ പ്രോഗ്രാം. എല്ലാവർക്കും ടാറ്റാ ബൈ.